ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ആർക്കും പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന വലിയ ചിലവൊന്നുമില്ലാത്ത നല്ല അടിപൊളിയായിട്ടുള്ള ഗുലാം ജാമിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ബ്രെഡ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും. അതുമല്ല ആകെ 2-3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ ഇതിന്. അപ്പോൾ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 5 ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 5 പീസ് ബ്രെഡ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ആ സൈഡിലുള്ള ഭാഗങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് ശരിക്കും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഞാൻ വെറുതെ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്തും പരീക്ഷിച്ചിട്ട് നല്ലതാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കാനുള്ളൂ കേട്ടോ. അപ്പം ധൈര്യമായിട്ട് തന്നെ എല്ലാവർക്കും റെഡിയാക്കാം. അപ്പോൾ ഞാൻ ആ ബ്രെഡൊക്കെ ഒന്ന് ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് കൈവച്ച് വേണമെങ്കിലും പൊടിച്ചെടുക്കുക, അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ഒരു ഡോ റെഡിയാക്കാൻ വേണ്ടിയിട്ട് വലിയ പാടൊന്നും ഉണ്ടാവില്ല, വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു മാവൊക്കെ ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഇനി ഇതിലോട്ട് നമുക്ക് 1 കപ്പ് പാൽപ്പൊടിയില്ലേ, അത് ചേർത്ത് കൊടുക്കുക. നമുക്ക് ഈ 10 രൂപേൻ്റെ പാൽപ്പൊടിയൊക്കെ കിട്ടുന്നില്ലേ, അത് 2-3 പാക്കറ്റ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഏലക്കായ് പൊടിയില്ലേ, അത് നിങ്ങൾക്ക് ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ 1/2 ടീസ്പൂൺ വരെ ഇടാം കേട്ടോ. ഞങ്ങൾക്ക് കൂടുതൽ അത്രയ്ക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് 1/4 ടീസ്പൂൺ മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഒരു നുള്ളുപ്പ് അതും കൂടി ഇട്ടിട്ട് കുറച്ച് ഓരോ ടേബിൾ സ്പൂണായിട്ട് പാലൊഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് റൂം ടെമ്പറേച്ചറിലുള്ള പാലാട്ടോ, ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നോർമൽ പാൽ തന്നെ ഇതുപോലെ കുറച്ച് ഓരോ തുള്ളിയായിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് തന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, പെട്ടെന്ന് ലൂസായി പോകും കേട്ടോ. അതേ ഇത് കണ്ടില്ല, കുറച്ച് നമുക്ക് ലൂസായതുകൊണ്ട് ഞാൻ കുറച്ച് ഒരു ബ്രെഡിൻ്റെ പകുതിയോളം ഞാനൊന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് 1 ടേബിൾ സ്പൂൺ ഗീയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാവും ഈ ഒരു ഗുലാം ജാമിന്. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്നതല്ലേ ഉള്ളൂ, കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലല്ലോ. പാൽപ്പൊടി ജസ്റ്റ് നമുക്ക് 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെ ചേർക്കാം കേട്ടോ. അത്ര ചേർക്കുന്നത് അത്രയും ടേസ്റ്റാവും. പക്ഷേ 2-3 10 രൂപേൻ്റെ പാക്കറ്റൊക്കെ വാങ്ങിയാൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഗുലാബ് ജാമുൻ കഴിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആ ഒരു ഡോ കംപ്ലീറ്റ് ആയിട്ട് നമുക്കിതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ എനിക്ക് ആ ഒരു 5-6 പീസ് ബ്രെഡിന് ഇത്രത്തോളം ഗുലാം ജാമുൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 5-10 മിനിറ്റ് ഇത് നമുക്ക് അങ്ങനെ തന്നെ വെക്കാം. ഒന്ന് അടിച്ച് വെച്ച് കൊടുത്താൽ അത്രയും നല്ലത്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാന് അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 കപ്പ് നിറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് 1/4 കപ്പ് വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ 1 കപ്പ് അതേ മെഷർമെൻറ്റിൽ തന്നെ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ രണ്ടും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മെൽട്ടായി വരട്ടെ. ഇത് മെൽട്ടായി വരുന്ന ടൈമിൽ ഇതിലോട്ടൊരു 1/4 ടീസ്പൂണോളം ഏലക്കായ് പൗഡറൊന്നും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ. ഇങ്ങനെ ഫുള്ളായിട്ടൊന്ന് തിളച്ച് വന്ന് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റെങ്കിലും ഇതുപോലെ തന്നെ അങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് ഷുഗർ സിറപ്പ് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്കതൊന്ന് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ഗുലാം ജാമുൻ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഏത് പാന് വേണമെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ ഡീപ്പ് ഫ്രൈ ആക്കണമെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കുക. ഞാനിത് ഒരു ബാച്ചിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കുറച്ച് വലിയ പാന് വെച്ച് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഇതിലോട്ട് അതിനാവശ്യമായിട്ട് മുങ്ങിപ്പൊരിയാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. കാരണം നല്ല ചൂടാവരുത്. ഓവറായിട്ട് എണ്ണ തിളച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല ഒരു ഏകദേശം ചൂടായി കഴിഞ്ഞാൽ ഇതിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും, ഉള്ളിൽ വേവാണ്ടായി പോകും കേട്ടോ. ഇത് കണ്ടില്ല, ഇട്ട് കൊടുത്തിട്ടേ ഉള്ളൂ, അപ്പോൾ തന്നെ കളറ് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ വേഗം തന്നെ മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചും തിരിച്ചൊക്കെ ഇട്ടിട്ട് വേണം വേവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇട്ട് കൊടുത്ത പാടന്നെ ശ്രദ്ധിക്കണം കേട്ടോ. ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുക്കാൻ നിന്നാൽ കരിഞ്ഞു പോകും. കാരണം ഇത് അത്രയും ലോ ഫ്ലെയിമിലാണ് ഉള്ളത്. അപ്പോൾ വേഗം തന്നെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, അടിപൊളിയായിട്ടുള്ള ഗുലാബ് ജാമുൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ അങ്ങനെ കൂടുതൽ എണ്ണ കുടിക്കുകയോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. ഇതേ മെഷർമെൻറ്റിൽ നിങ്ങൾ ചെയ്താൽ മതി. ഇനി അത് നമ്മൾ എണ്ണയിൽ നിന്ന് എടുത്തിട്ട് ചൂടോടെ കൂടി തന്നെ
ഈ ഒരു ഷുഗർ സിറപ്പിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം നമുക്ക് ഫ്രിഡ്ജിലോ, ഇപ്പോൾ ഫ്രിഡ്ജിൽ വെക്കണ്ട, കുറച്ച് അതൊന്ന് എന്താ പറയുക, ഷുഗർ സിറപ്പിലൊക്കെ അതിൽ ഒന്ന് സോക്കായി വരൂലേ, ആ ടൈമിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് വേണമെങ്കിൽ കഴിക്കാട്ടോ. ഇനി ഇതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റി കൊടുക്കുക. അപ്പോൾ നമ്മുടെ കണ്ടില്ലേ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഞാൻ വെറുതെ പറയല്ല, എല്ലാവരും ഒന്ന് എന്തായാലും ഉണ്ടാക്കി നോക്കിക്കോ. വലിയ ചിലവൊന്നും ഇല്ലല്ലോ, പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ മുകളിൽ നമ്മൾ ഏത് ബൗളിലാണോ സെർവ് ചെയ്യുന്നത് അതിൽ വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ആ ഷുഗർ സിറപ്പ് ഇതിൻ്റെ മുകളിലെല്ലാം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് അങ്ങനെ തന്നെ കുറച്ച് ടൈം വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു ഷുഗർ സിറപ്പൊക്കെ അതിൽ ഒന്ന് സോക്കായി വന്നിട്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ കിട്ടുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണേ. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.